എടുത്തിരിക്കുന്നത് 500 ഗ്രാം കപ്പലണ്ടിയാണ്. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് വറുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇടുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കപ്പലണ്ടി പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ ഇതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ ആ സ്റ്റൗ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. രണ്ട് സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഇട്ട് 2 സ്പൂണായി 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കപ്പലണ്ടിയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലേ, കഴിക്കുമ്പോഴത്തേക്ക് ഉപ്പ് അങ്ങനെ കൂടുതലിടില്ല, കുറച്ച് മാത്രമേ ഇടുള്ളൂ. എന്നാലും 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അര സ്പൂൺ ഗരം മസാല ഇട്ട് ഇളക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരാം. ഇപ്പോൾ നമ്മൾ കപ്പലണ്ടി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൂത്താന്ന് നോക്കുന്നതിന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞ് വരും. തൊലിയൊക്കെ ആറുമ്പോഴത്തേക്ക് ഇളവി വരും.